എല്ലാവർക്കും PSCകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്ത് നമുക്ക് ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ളതും ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തുള്ളതും ഇത് 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മാവോ സിതുങ്ങുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഇവിടെ 2ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1-ന് ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു എന്നുള്ളതും വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം ഇതെഴുതിയത് ആരാണ്? ഉർവശി ഭുട്ടാലിയ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെയും കണ്ടിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വഹിക്കുന്നത്? ഓപ്ഷൻ സി, മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിങ്ങിന് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, സ്പാഡക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നുള്ളതും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണെങ്കിൽ ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ നഗരങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണെന്ന്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്ത്? ഇവയെല്ലാം ലക്ഷ്യങ്ങളായിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ നമ്മൾ 2ാമതാണ് പഞ്ചവത്സര പദ്ധതി കാണുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളതാണ്. സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഓപ്ഷൻ എ, അമർത്യ സെൻ. ലൈസസ്ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ ബി, ആഡം സ്മിത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1ാമത്തെ പ്രസ്താവനയും 2ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ എം.എൻ. ആശയം പ്രകാരമാണ് ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നായിരുന്നെന്നും ഭരണഘടന എഴുതി തയ്യാറാക്കിയത് 1949 നവംബർ 26-നാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി, ആമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഭരണഘടനയുടെ 4 മുതൽ 12 വകുപ്പ് വരെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 5 മുതൽ 12 വകുപ്പ് വരെയാണ് പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം ഹാജരാക്കുക. മണ്ടാമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ക്യോവാറണ്ടോ എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ റദ്ദാക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44-ൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. BNSSന്റെ പൂർണ്ണരൂപം എന്ത്?
ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്? പ്രതിഭ എന്ന് പറഞ്ഞ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്കാണ്. അടുത്തത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നു മുതലാണ് ആരംഭിച്ചത്? 2018 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത്. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഏത് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയുമാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2007 തിരുവനന്തപുരത്തുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് സ്ഥാപനമാണ്? ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ K. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഓപ്ഷൻ എ ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം എന്ത്? ഓപ്ഷൻ ഡി മനുഷ്യ ത്വക്കിന്റെ നിറം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭയാണ്. 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. ആകാശം നീലനിറത്തിൽ കാണാൻ കാരണമായ പ്രതിഭാസം ഏത്? ഓപ്ഷൻ സി വിസരണം. 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് വധിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഇവിടെ നിർബാധപതനത്തിൽ 0 ആയിരിക്കും ഭാരം. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മ ഗോപുരത്തിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം എന്ത്? ഓപ്ഷൻ എ അനുരണനം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. താഴെ പറയുന്നവയിൽ ജലത്തിന്റെ pH മൂല്യം കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത്? ബിസ്മത്ത് ആണ് രൂപാന്തരത്വം കാണിക്കാത്തത്. നൈട്രജൻ, ആന്റിമണി, ആർസനിക് ഇവയെല്ലാം രൂപാന്തരത്വം കാണിക്കുന്ന മൂലകങ്ങളാണ്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് ആൻറ്റിഗഡ്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? എയ്ഡൻ മാർക്രം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘവും ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഇത് രണ്ടും ശരിയാണ്. ഇതിൽ ഓപ്ഷൻ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഇവിടെ എല്ലാം ശരിയാണ്. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം. വിഷു പുതുവർഷ ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാം ഇവിടെ ശരിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരെല്ലാം? 2ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. PR ശ്രീജേഷും മനു ഫാക്കറും. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഇതിൽ ആരാച്ചാർ, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലെറ്റിൻ ഇവയെല്ലാം KR മീരയുടെ കൃതികളിൽ പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ? ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഇത് നടന്നിരുന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ്.
UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെടെ രാജ്യങ്ങളുടെ പട്ടിക താഴെ ചേർക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ാം സ്ഥാനം ഫിൻലൻഡും 2ാം സ്ഥാനം സ്വീഡനുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം 2ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. JNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ 3ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയല്ലാത്തത്. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവ സ്ഥാനത്തിൽ നിന്നൊരു കർഷകൻ എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ സാധി. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് E0 FIR. അടുത്ത ക്വസ്റ്റ്യൻ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഉദാഹരണം ഏത്? വേൾഡ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? മുകളിൽ ഉള്ളതെല്ലാം ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഇവയെല്ലാം ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടുന്നതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയത് എന്ന്? 2012ലാണ് പോക്സോ ആക്ട് നടപ്പിലാക്കിയത്. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ദുരന്ത നിവാരണ നിയമം 2005. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഗീവ് ദ കറക്റ്റ് വെർബ് ഫോം. 700 rupees ഈസ് too much for this saree. Choose the best antonym for thrifty. Extravagant. Remember to switch off the fan. Choose the appropriate tag. Option A, won't you. Choose the correct preposition. We celebrate Independence Day on 15th August. She was mending socks. Choose the correct passive form. Socks were being mended by her. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഉള്ള വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്സസ് കമല സെഡ് ടു രാജു, പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ എ, മിസ്സസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. The meaning of the word alma mater is? Option B, the university, school or college that one formerly attended. അടുത്ത ക്വസ്റ്റ്യൻ, I can't put up with my roommate's messiness. ഈ put up with ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി, ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏത്? ദ്വിജം. അപ്പോൾ വിഹകവും പത്രിയും ശകുന്തവും എല്ലാം പക്ഷിയുടെ പര്യായ പദങ്ങളാണ്. അയക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന പദം ഏത്? പ്രേക്ഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ, ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി, മടയൻ. കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്ത്? ഓപ്ഷൻ സി, ആകാശക്കോട്ട. 97ാമത്തെ ക്വസ്റ്റ്യൻ, സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം എന്ത്?
ഓപ്ഷൻ സി കിഞ്ചിജ്ഞൻ. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതിയാൽ പൊൽക്കുടം എന്നാണ് വരുന്നത്. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഏട് കെട്ടുക. ശുശ്വരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ശുശ്രു. അങ്ങനെ ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്